24 ബിഗ് ബ്രേക്ക്. ഇന്ത്യയിലെ സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിനെ അറസ്റ്റ് ചെയ്ത് കൊച്ചി സൈബർ പോലീസ്. കൊൽക്കത്ത സ്വദേശി രംഗൻ ബിശ്വയാണ് പിടിയിലായത്. വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്? കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, കേരളത്തിലെ സൈബർ പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് പോലീസ് സ്വന്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ സൈബർ തട്ടിപ്പ് രംഗത്തെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിനെയാണ് കൊച്ചി സൈബർ പോലീസ് കൊൽക്കത്തയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാഴക്കാല സ്വദേശിയായ മധ്യവയസ്കയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് 1 മാസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. സൈബർ പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തേടിക്കൊണ്ടിരുന്ന ഒരു വലിയ മീനെ തന്നെ പിടികൂടിയിരിക്കുന്നു. ഈ പിടിയിലായ രംഗൻ ബിശ്വ, അയാൾക്ക് മുകളിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കൊൽക്കത്തയിൽ നിന്നും പിടികൂടിയ പ്രതിയെ വിമാനമാർഗം ഇന്ന് കേരളത്തിൽ എത്തിക്കും. സൈബർ പോലീസ് രൂപീകരിക്കപ്പെട്ട ശേഷം തന്നെ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ അറസ്റ്റ് തന്നെ നടന്നിരിക്കുന്നു. അതും വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ. ആ വാർത്തയും പുറത്തു കൊണ്ടുവന്നത് 24 ആയിരുന്നു. ഏതായാലും അതിൻ്റെ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് വലിയ തോതിൽ നൽകുന്ന ഒരു പ്രതിയെ അയാളുടെ കേന്ദ്രത്തിലെത്തി തന്നെയാണ് നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാത്രിയോടുകൂടി പ്രതിയെ കേരളത്തിൽ എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേരളത്തിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകളിലെ മാസ്റ്റർ ബ്രെയിൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരവധി കേസുകളിൽ ഇയാൾക്ക് വരും ദിവസങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ വലിയൊരു തട്ടിപ്പ് കേസിലെ പ്രതിയെയാണ് കേരള പോലീസ് ഇപ്പോൾ പിടികൂടി കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. ശ്യാമ, ഈ കൊൽക്കത്തയിലെത്തി കേരള പോലീസ് നടത്തിയ നീക്കം, അതിൻ്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ഏതായാലും ഇയാൾ ഒരു വലിയ ശൃംഖലയിലെ ഏറ്റവും പ്രധാനി തന്നെയാണ്. അപ്പോൾ ഒരു വലിയ മീനാണ്. അയാളെ പിടികൂടുക എന്നതൊട്ടും എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. കേരളത്തിൽ നിന്ന് സൈബർ പോലീസ് സംഘം കൊൽക്കത്തയിലെത്തി. എങ്ങനെയാണ് അയാളെ പിടികൂടിയത്? അയാൾ എങ്ങനെ വലയിലായി എന്നതിൻ്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാളിലേക്ക്, രംഗൻ ബിശ്വയിലേക്ക് എത്തുന്നതിന് വേണ്ടി സൈബർ പോലീസിൻ്റെ ഒരു പ്രത്യേക ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വാഴക്കാല സ്വദേശിനിയെ കബളിപ്പിച്ച് 4 കോടി രൂപ തട്ടിയെടുത്ത പരാതി ഉയരുന്നത്. അന്ന് നമ്മൾ ആ പരാതി പുറത്തുവിട്ടപ്പോഴും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊരു സൂചനയുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഏതായാലും ഇയാൾ കൃത്യമായി എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാന വെല്ലുവിളി. കാരണം ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലാണെന്ന പ്രതീതി ഉണ്ടാക്കിയാണ് ഇയാൾ തട്ടിപ്പുകൾ നേതൃത്വം നൽകിയിരുന്നത്. പലപ്പോഴും വിദേശങ്ങളിലിരുന്ന് പോലും തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ ഒരാൾ കൊൽക്കത്തയിൽ എത്തിയെന്നുള്ള വിശ്വസനീയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിൻ്റെ ഒരു സംഘം അങ്ങോട്ട് പോകുന്നത്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ വലിയ പിന്തുണയുള്ള ആയുധധാരികളായ കാവൽക്കാരുള്ള ഈ രംഗൻ ബിശ്വയെ വളരെ സാഹസികമായി തന്നെ പിടികൂടി വളരെ വേഗത്തിൽ അവിടെ കോടതിയിൽ ഹാജരാക്കി പെട്ടെന്ന് തന്നെ വിമാനമാർഗം കൊണ്ടുവന്നു. കാരണം പലപ്പോഴും പോലീസിനെ അറ്റാക്ക് ചെയ്ത് പോലും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശേഷി അവിടെ തട്ടിപ്പ് സംഘങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാളെ വിമാനമാർഗം കേരളത്തിലേക്ക് എത്തിക്കുന്നത്. രാത്രി 7:30യോടുകൂടി കൊച്ചിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയുന്നത്. കേരളത്തിൽ മാത്രം ഒരുപക്ഷെ ഇയാൾ പ്രതിയാകാൻ പോകുന്ന കേസുകളുടെ എണ്ണവും റെക്കോർഡാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിയാണ് കേരള പോലീസ് അയാളുടെ സങ്കേതത്തിൽ പോയി സാഹസികമായി പിടികൂടി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. സൈബർ തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു മാസ്റ്റർ ക്ലാസ് ഉദാഹരണം കൂടിയാകും ഈ രംഗൻ ബിശ്വ എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ കേരള പോലീസിന് അഭിമാനമാണ്. ഇനി മറ്റു കേസുകൾ ഇയാളുടെ പങ്ക് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. വിജയകുമാർ, യെസ്, കേരളത്തിലെ ഡിജിറ്റൽ തട്ടിപ്പുകൾ നിയന്ത്രിച്ചിരുന്നത് ഈ രംഗൻ ബിശ്വയാണ്. കൊൽക്കത്തയിൽ നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. വിമാനത്തിൽ അയാളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്, കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. വൈകിട്ടോടെ കൊച്ചിയിൽ എത്തിക്കാനാണ് സാധ്യത. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ 100 കണക്കിന് കേസുകളിൽ ഇയാൾ പ്രതിയാകാൻ ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. സമഗ്രമായ വിപുലമായ അന്വേഷണമാണ് ഈ പ്രതിക്ക് വേണ്ടി പോലീസ് നടത്തിയത്. കൊൽക്കത്ത സ്വദേശിയാണ് ഇയാൾ. ഇയാൾക്ക് മുകളിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ തട്ടിപ്പ് നിയന്ത്രിക്കുന്ന മറ്റാരുമില്ല. ഇന്ത്യക്ക് പുറത്തുള്ള അന്താരാഷ്ട്ര ശൃംഖലയിലെ ആളുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ വളരെ നിർണായക അറസ്റ്റ് നടത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാംകുമാറാണ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.